ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോക നേതാവ് എന്ന് വിളിക്കുന്നതിൽ ആർക്കെങ്കിലുമൊക്കെ എതിർപ്പ് ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, ലോക രാഷ്ട്ര നേതാക്കൾക്കിടയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ നീക്കത്തോടെ അതും ഇല്ലാതായിക്കൊള്ളും. നരേന്ദ്രമോദിയുടെ ലോകം ഞെട്ടുന്ന ഈ നയതന്ത്ര നീക്കം, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ചടുല നീക്കങ്ങൾ, ഇതിന്റെയൊക്കെ ഫലം ഒടുവിൽ അനുഭവിക്കുക രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ്. ഇന്ധന പാചകവാതക പ്രതിസന്ധി ഉടൻ ഇന്ത്യക്ക് ഒരു സ്വപ്നമായി മാറും. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുമ്പോൾ LPG ക്ഷാമം രാജ്യത്ത് രൂക്ഷമാകുന്നതിനിടെ ഇന്ത്യക്ക് ഇതാ ആശ്വാസ വാർത്ത. ഹോർമുസ് കടലിടുക്കിലൂടെ 2 ഇന്ത്യൻ എണ്ണ കപ്പലുകൾക്ക് കടന്നു പോകാൻ ഇറാൻ അനുമതി നൽകിക്കഴിഞ്ഞു. ഇതാണ് ലോകത്തെ ഒട്ടാകെ ഞെട്ടിച്ചിരിക്കുന്നത്. കപ്പലുകളായ പുഷ്പക്, പരിമൾ എന്നിവയ്ക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി പോകാനാണ് ഇറാൻ അനുമതി നൽകിയത്. തൊട്ടു പിന്നാലെയാണ് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ അടുത്ത ഗംഭീര നീക്കം. രാജ്യത്തെ എണ്ണ പ്രകൃതിവാതക പ്രതിസന്ധിയിൽ ഒരു പരിഹാരമായി, ആശ്വാസമായി ആദ്യത്തെ കപ്പൽ ഇന്ത്യയിലെത്തി. സൗദി അറേബ്യയിലെ റാസ്റ്റണുറ തുറമുഖത്ത് നിന്ന് തിരിച്ച ക്രൂഡ് ഓയിൽ നിറച്ച ലൈബീരിയൻ പതാക എത്തുന്ന ഷെൻലോങ് സുമാക്സ് എന്ന കപ്പലാണ് ഹോർമുസ് കടലിടുക്ക് താണ്ടി ഇന്ത്യയിലേക്കാണെന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് തന്നെ എത്തിയത്. മുംബൈ തുറമുഖത്ത് കപ്പൽ അടുപ്പിക്കുകയും ചെയ്തു. 1,35,000 മെട്രിക് ടൺ അസംസ്കൃത എണ്ണയാണ് ഷെൻലോങ് കപ്പൽ വഴി ഇന്ത്യയിലേക്ക് എത്തിച്ചത്. എന്നാൽ ഹോർമുസ് കടലിടുക്കിൽ മറ്റ് അന്താരാഷ്ട്ര കപ്പലുകൾക്ക് വിലക്ക് തുടരുമെന്നാണ് ഇറാന്റെ രൂക്ഷ നിലപാട്. അമേരിക്ക, ഇസ്രായേൽ, അവരുടെ സഖ്യകക്ഷികൾ ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കപ്പലുകൾ തടയുമെന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ്ടും അവരത് ആവർത്തിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് തങ്ങളുമായി സൗഹാർദ്ദം പുലർത്തുന്ന ഇന്ത്യയുടെ കപ്പലുകൾ സുരക്ഷിതമായി കടലിടുക്ക് കടന്നു പോകാൻ ഇറാൻ അനുവദിച്ചത്. സംഘർഷം തുടരുന്നതിനിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുമായി ടെലിഫോണിൽ നിർണായകമായ നീക്കങ്ങൾ നടത്തി. എണ്ണ പ്രതിസന്ധി അടക്കം ചർച്ചയായിട്ടുണ്ട്. നയതന്ത്രതലത്തിൽ തുടർന്നും ചർച്ച തുടരുമെന്ന് എസ് ജയശങ്കർ വീണ്ടും വ്യക്തമാക്കിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്കുള്ള എണ്ണ കപ്പലുകൾക്ക് നിരുപാധികം അനുമതി നൽകുമെന്നും അവയെ ആക്രമിക്കില്ലെന്നും ഇറാന്റെ ഉറപ്പ് വന്നത്. ഇതിനുശേഷമാണ് ഇന്ത്യയിലെത്തുന്ന ആദ്യത്തെ കപ്പൽ ഷെൻലോങ് സുമാക്സ് ഇന്ത്യയിലേക്ക് എത്തിയത്. മുംബൈയിൽ എത്തിച്ച അസംസ്കൃത എണ്ണ മഹൂളിലെ റിഫൈനറിലേക്ക് അയക്കും. ലോകത്തെ എണ്ണയുടെ ഏകദേശം 20% ഹോർമുസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതുവഴി ഒരു അന്താരാഷ്ട്ര കപ്പലും പോകാൻ അനുവദിക്കില്ലെന്നാണ് ഇറാൻ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയത്. ഇനി ഇന്ത്യയിലെ കാര്യം. രാജ്യത്തിപ്പോൾ വാണിജ്യ LPGക്ക് പ്രതിസന്ധി ആരംഭിച്ചിട്ടുണ്ട്. ഗാർഹിക LPGയുടെ പ്രതിസന്ധി തുടങ്ങിയിട്ടില്ല. എങ്കിലും LPGയുടെ വിതരണം നിരീക്ഷിക്കാൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. LPG പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അനുദിനം അത് കൃത്യമായി അവലോകനം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരിഞ്ഞെന്നയോ കൊഴുത്തുവയ്പോ ഇല്ലെന്ന് ഉറപ്പാക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. LPG സിലിണ്ടറുകളുടെ വിൽപ്പനയിലും വിതരണത്തിലും മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കാനും വിവിധ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരുടെയും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രമന്ത്രി പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ അവലോകനവും ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഗാർഹിക LPG ഉപഭോക്താക്കൾ ഒരു കാരണവശാലും LPG ക്ഷാമം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കരുതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിർബന്ധമുണ്ട്. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ത്യൻ കപ്പലുകൾ തിരിച്ചിരിക്കുന്നു എന്ന ശുഭവാർത്ത അതെന്തായാലും ഇന്ത്യയിലെ വ്യവസായ വാണിജ്യ രംഗത്ത് ഒരു പുത്തൻ ഉണർവ് പകരുന്നതാണ്. ഇതിനൊപ്പമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര പാടവം, നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അതിൻ്റെ ചട്ടക്കൂടുണ്ടാക്കുന്നതിലെ ആ കഴിവ്, ഇതെല്ലാം വീണ്ടും ഒന്നുകൂടി ഒരു തവണ കൂടി ലോകരാഷ്ട്രങ്ങൾ കണ്ടനുഭവിച്ച് അറിയുന്നു.